നാണ്ട് നമ്മൾക്ക് കുറച്ച് ഞാവൽപ്പഴം കിട്ടി കേട്ടോ. ഇത് ഞങ്ങൾ വെട്ടിക്കോട്ടമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിയരികിൽ വെച്ച് വിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ പിന്നെ എന്താണ് സ്ഥിരമായി പണ്ടൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഞാവൽപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇതിന് കേട്ടോ. നമുക്ക് കിട്ടുന്ന ഈ ഞാവൽപ്പഴത്തിനൊക്കെ നല്ല വയലറ്റ് നിറമല്ലേ, ഇതിന് ഈ പുറത്തെ ഈ നിറം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വലിയ നിറമൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് വലിയ നിറമൊന്നും ഇല്ല, പക്ഷെ അത് കുറച്ചും കൂടെ വയലറ്റ് നിറമായിരുന്നു, കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കവർപ്പും മധുരവും എന്താ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ ഞാവൽപ്പഴത്തിന്. പക്ഷേ ഇത് ഞാൻ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം എന്താണ് നമ്മുടെ ഇത് നാടനല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ബഡ് ഞാവലാകാം, അങ്ങനെ വല്ലതും ആയിരിക്കാം. എന്തായാലും തനി നാടൻ ഞാവൽപ്പഴം കിട്ടുവാണെങ്കിൽ അതൊന്ന് കഴിച്ച് നോക്കണം. ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ആ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പിള്ളേർക്ക് മേടിച്ച് കൊടുത്തു, അവർക്കൊരു സന്തോഷമൊക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു, പണ്ട് ഞങ്ങളിതൊക്കെ പിടിക്കുമ്പോഴും കൈയും നാക്കും ഒക്കെ ഇങ്ങനെ നല്ല നീല നിറത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ റോഡിലൊക്കെ വീഴുന്നതൊക്കെ പറക്കി തിന്നുമായിരുന്നു കേട്ടോ. ഞാനൊക്കെ തിന്നുമായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാവൽപ്പഴം വന്ന് പറഞ്ഞ് നമുക്ക് തിന്നാം.